റീജനറേഷൻ ഇൻ ആനിമൽസ്. എല്ലാ ജീവജാലങ്ങളിലും ശരീരത്തിലുണ്ടാകുന്ന ഡാമേജസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെക്കാനിസംസും ആക്ട് ചെയ്യുന്നുണ്ട്. ഡെഡായിട്ടുള്ള സെൽസിനെ റീപ്ലേസ് ചെയ്യുക, അതുപോലെ തന്നെ വൂണ്ട് ഹീൽ ചെയ്യുക, നഷ്ടപ്പെട്ടു പോകുന്ന ബോഡി പാർട്സ്, ഓർഗൻസ് അതിനെ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് റീജനറേറ്റിംഗ് മെക്കാനിസംസ് വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് അങ്ങനെയുള്ള പ്രോസസ്സുകൾ. ഈ സെഷനിൽ ആനിമൽസിൽ റീജനറേഷൻ എന്ന് പറയുന്ന റിന്യൂവൽ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് അനലൈസ് ചെയ്യുന്നത്. The process of repair and renewal of the lost part of the body is called regeneration. പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, ഡാമേജ് ആകുന്ന ബോഡി പാർട്ടിനെ റിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീജനറേഷൻ. It is the reactivation of morphogenetic processes in advanced stage of development. ഓരോ ബോഡി പാർട്ടും ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോർഫോജനറ്റിക് പ്രോസസ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് സാധാരണ രീതിയിൽ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. പോസ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ ഡാമേജ് ഉണ്ടാകുമ്പോൾ ഈ മോർഫോജനറ്റിക് പ്രോസസ്സസ് റീആക്ടിവേറ്റഡ് ആകും. റീജനറേഷനിൽ നമുക്ക് ഇതുപോലുള്ള മോർഫോജനറ്റിക് പ്രോസസ്സസിൻ്റെ റീആക്ടിവേഷൻ കാണാൻ സാധിക്കും. The regeneration process is broadly classified into two major categories. Physiological regeneration, that is the replacement of cells lost. പീരിയോഡിക്കലായിട്ട് ശരീരത്തിൽ നിന്ന് പലതരത്തിലുള്ള സെൽസും ഡെഡായി പോകുന്നുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫിസിയോളജിക്കൽ റീജനറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്കിന്നിലുള്ള എപ്പിഡെർമൽ സെൽസ് അത് പീരിയോഡിക്കലായിട്ട് ഷെഡ് ഓഫ് ചെയ്യുന്നുണ്ട്, അതിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. RBC അതിൻ്റെ ഓവറോൾ ആയുസ് കഴിയുമ്പോഴേക്കിന് അത് നശിച്ചു പോകുന്നുണ്ട്, അതിന് പകരം വേറെ സെൽസ് വരുന്നുണ്ട്. ഇതെല്ലാം ഫിസിയോളജിക്കൽ റീജനറേഷനാണ്. ഇനി അടുത്താണ് റെപ്പറേറ്റീവ് റീജനറേഷൻ എന്ന് പറയുന്ന കാറ്റഗറി. ഇറ്റ് ഈസ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ലോസ്റ്റ് ബോഡി പാർട്സ്. ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ബോഡി പാർട്സ് അത് റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ് റെപ്പറേറ്റീവ് റീജനറേഷൻ എന്ന് പറയുന്നത്. ലിസാർഡ്സിൻ്റെയൊക്കെ ടെയിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് റീജനറേറ്റ് ചെയ്ത് വരുന്നത് റെപ്പറേറ്റീവ് റീജനറേഷനാണ്. അല്ലെങ്കിൽ സലമാൻഡേഴ്സിൻ്റെയൊക്കെ ലിംബ് ലോസ്റ്റായി പോകുന്ന ലിംബ് ഡെവലപ്പ് വരുന്ന പ്രോസസ്സ് റെപ്പറേറ്റീവ് റീജനറേഷനാണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീജനറേഷൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറിയാണ് എപ്പിമോർഫോസിസ്. ഇറ്റ് ഈസ് ദ റീജനറേഷൻ ഫ്രോം റിമൈനിങ് പോർഷൻസ് ഓഫ് ദ ലോസ്റ്റ് പാർട്ട്. നഷ്ടപ്പെട്ടു പോയ ബോഡി പോർഷൻ്റെ റിമൈനിങ് പോർഷനിൽ നിന്ന് ബാക്കി ഭാഗം ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് എപ്പിമോർഫോസിസ്. ഇത് സലമാൻഡറിലെ ലിംബ് റീജനറേഷൻ ഒരു എക്സാമ്പിളായിട്ട് വെച്ചുകൊണ്ട് പറയാൻ സാധിക്കും. എ ന്യൂട്ട് ഓർ സലമാൻഡർ ക്യാൻ റീജനറേറ്റ് ആൻ എൻറ്റയർ ലിംബ് വിത്തിൻ 7 to 10 weeks. പല കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ ലിംബ് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എനിമി ത്രെട്ട് ഒക്കെ ആകാം അതിനൊരു കാരണം. പിന്നെ വേറെ തരത്തിലുള്ള ഫിസിക്കൽ ഇഞ്ചറീസ് ഒക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ലിംബിന് ആംപ്യൂട്ടേഷൻ സംഭവിക്കാം. ഒരു 10 ആഴ്ചയുടെ ഇടവേളയിൽ 7 തൊട്ട് 10 ആഴ്ച ആ കാലയളവിൽ ലിംബ് റീജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള പാർട്ടിൽ നിന്നാണ് ഈ ലിംബ് റീജനറേറ്റ് ചെയ്ത് വരുന്നത്. ദിസ് ടൈപ്പ് ഓഫ് റീജനറേഷൻ ഈസ് കോൾഡ് എപ്പിമോർഫോസിസ്. ഇനി അടുത്ത കാറ്റഗറിയാണ് മോർഫലാക്സിസ്. Regeneration of new individuals by remodeling the available undifferentiated cell mass from the pieces of an animal body. അപ്പോൾ ഇതൊരു വളരെ അഡ്വാൻസ് ആയിട്ടുള്ള റീജനറേഷൻ പ്രോസസ്സാണ്. പ്ലാനേറിയ അതുപോലെ തന്നെ ഹൈഡ്ര ഒക്കെ ഇതുപോലത്തുള്ള റീജനറേഷൻ പ്രോസസ്സ് എക്സിബിറ്റ് ചെയ്യും. പീസായിട്ട് ശരീരം മാറിക്കഴിഞ്ഞാൽ പോലും ഓരോ പീസും ഓരോ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മോർഫലാക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പ്ലാനേറിയയെ പല രീതിയിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ കട്ടിൽ ഹെഡ് മാത്രമാണ് പീസിൽ ഉള്ളത്. അവിടെ എൻറ്റയർ ആയിട്ടുള്ള ടെയിൽ ആ ഹെഡ് പീസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും, അതൊരു പുതിയൊരു ഓർഗാനിസമായിട്ട് വരും. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് പീസ് നോക്കുകയാണെങ്കിൽ അവിടെ ടെയിലുണ്ട്, ഹെഡ് റീജൻ ഇല്ല. ഇവിടെ റീജനറേഷൻ നടന്ന് ഹെഡ് ഡെവലപ്പ് ചെയ്യും, അതൊരു പ്ലാനേറിയ ആയിട്ട് മാറും. ഇനി മിഡിൽ പീസ് നോക്കുകയാണെങ്കിൽ അവിടെ ഹെഡ് പോർഷനും ഇല്ല, ടെയിൽ പോർഷനും ഇല്ല, ഹെഡും ടെയിലും ഡെവലപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ ഹൈഡ്രയിലും നടക്കും. ഹൈഡ്രയിലും നമ്മൾ ഇതുപോലെയുള്ള ഒരു കട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഡാമേജ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻറ്റീരിയർ പോർഷൻ പോസ്റ്റീരിയർ പോർഷനെ റീജനറേറ്റ് ചെയ്യും.
ആൻറ്റീരിയർ പോർഷൻ്റെ റിമൈനിങ് ടിഷ്യൂയിൽ നിന്ന് ബാക്കിയുള്ള പോസ്റ്റീരിയർ പോർഷൻ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു പീസ് ആണെങ്കിൽ അതിന് ആൻറ്റീരിയർ പോർഷൻ ടെൻഡക്കിൾസ് ഒക്കെ ഉള്ള ആ പർട്ടിക്കുലർ പോർഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ എൻറ്റയർ ഇൻഡിവിജ്വൽ ഡാമേജ്ഡ് ആയിട്ടുള്ള റിമൈനിങ് പീസസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഹൈ ഡിഗ്രി റീജനറേഷൻ പ്രോസസ്സാണ് മോർഫോലാക്സിസ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഹെട്രോമോർഫോസിസ്. ഇഫ് എ പർട്ടിക്കുലർ ഓർഗൻ ഈസ് ലോസ്, ദ റിമൈനിങ് പോർഷൻ ഡെവലപ്സ് ഇൻ ടു എ ഡിഫറെൻറ്റ് ഓർഗൻ. ഇത് പാലിന്യൂറസ് എന്ന് പറയുന്ന ലോബ്സ്റ്റർ വെറൈറ്റിയിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഐ റീജിയൻ ലോസ്റ്റ് ആയി പോവുകയാണെങ്കിൽ അത് റീജനറേറ്റ് ചെയ്ത് വരും. ഐ പോകുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഒപ്റ്റിക് ഗാംഗ്ലിയ കൂടെ നഷ്ടപ്പെടുകയാണെങ്കിൽ, അതുകൂടെ ഡാമേജ്ഡ് ആവുകയാണെങ്കിൽ ആ റിമൈനിങ് പോർഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് പുതിയ ഐ ആയിരിക്കില്ല, വേറെ ആൻറ്റിന പോലെയുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഓർഗന് പകരം വേറൊരു ഓർഗൻ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹെട്രോമോർഫോസിസ് എന്ന് പറയുന്നത്. അത് പാലിന്യൂറസ് എന്ന് പറയുന്ന ലോബ്സ്റ്റർ വെറൈറ്റിയിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഐ സാധാരണ രീതിയിൽ റീജനറേറ്റഡ് ആകും, പക്ഷേ ഒപ്റ്റിക് ഗാംഗ്ലിയ കൂടെ ഈ ഡാമേജിൻ്റെ കൂടെ നഷ്ടപ്പെടുകയാണെങ്കിൽ റീജനറേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പുതിയ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഐ പോലെയുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല, അത് ആൻറ്റിന പോലെ ഉള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഇനി അടുത്തതാണ് സൂപ്പർ റീജനറേഷൻ. ഡെവലപ്മെൻറ്റ് ഓഫ് അൺവാണ്ടഡ് എക്സ്ട്രാ നമ്പർ ഓഫ് ഓർഗൻസ് ഓർ പാർട്സ് ഓഫ് ദ ബോഡി ആസ് എ റിസൾട്ട് ഓഫ് റീജനറേഷൻ. റീജനറേഷൻ്റെ ഫലമായിട്ട് ആവശ്യമില്ലാത്ത പല സ്ട്രക്ചേഴ്സും ഡെവലപ്പ് ചെയ്യുകയാണ്. ഇത് പ്ലാനേറിയ കാണിക്കുന്ന ഒരു തരത്തിലുള്ള റീജനറേഷൻ പ്രോസസ്സാണ്. പ്ലാനേറിയയിൽ ആൻറ്റീരിയർ പോർഷനിൽ ഒരു ഇൻസിഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ സൈഡ് വൈസ് ഒരു ഹെഡ് ഡെവലപ്പ് ചെയ്യും. പോസ്റ്റീരിയർ പോർഷനിലാണ് ഈ ഇൻസിഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ആ ഡാമേജ് ഉണ്ടാകുന്ന ആ പർട്ടിക്കുലർ റീജിയനിൽ ഒരു ടെയിൽ ഡെവലപ്പ് ചെയ്യും. ഇനി മീഡിയൻ ആയിട്ടുള്ള പോർഷനിലാണ് ഇൻസിഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ, ഏറ്റവും മിഡിൽ പോർഷനിലാണ് ഇൻസിഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഹെഡും ടെയിലും ഡെവലപ്പ് ചെയ്ത് ഒരു കൺജോയിൻറ്റഡ് ആയിട്ടുള്ള പ്ലാനേറിയ ഉണ്ടാവും. രണ്ട് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് മിഡിൽ പോർഷനിൽ കൂടി ചേർന്നതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷൻ വരും. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ആൻറ്റീരിയർ എൻഡിൽ ഇൻസിഷൻ ഉണ്ടാക്കി ഹെഡ് ലാറ്ററൽ സൈഡിലേക്ക് റീജനറേറ്റ് ചെയ്ത് വന്നത് ആണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്ട്രാ നമ്പർ ഓഫ് ഓർഗൻസ് അല്ലെങ്കിൽ ബോഡി പാർട്സ് ഡെവലപ്പ് ചെയ്യുന്ന റീജനറേഷൻ പ്രോസസ്സാണ് സൂപ്പർ റീജനറേഷൻ എന്ന് പറയുന്നത്. അടുത്ത റീജനറേഷൻ മെക്കാനിസമാണ് മെറ്റാപ്ലാസിയ അല്ലെങ്കിൽ വൂൾഫിയൻ റീജനറേഷൻ. The regenerated part originate from a different tissue than the original part. ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈറ്റൂറസ് എന്ന് പറയുന്ന സലമാൻഡർ വെറൈറ്റിയെ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ലെൻസിന് ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ റീജനറേഷൻ നടക്കും. ഐറിസ് ഒരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാകാതെ എക്സിസ്റ്റ് ചെയ്തിരുന്നാൽ മതി. ഐറിസിൽ നിന്ന് അൺഡാമേജ്ഡ് ആയിട്ടുള്ള ഐറിസിൽ നിന്ന് ലെൻസ് ഫോം ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ലെൻസ് എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ അത് ഫോം ചെയ്യുന്നത് എപ്പിഡേമൽ എക്ടോഡേമിൽ നിന്നാണ്. പക്ഷേ ഈ റീജനറേഷൻ നടന്നുണ്ടാകുന്ന പുതിയ ലെൻസ് എന്ന് പറയുന്നത് ഐറിസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ഐറിസ് എന്ന് പറയുന്നത് ന്യൂ റെക്ടോഡേമിൻ്റെ ഭാഗമാണ്. അപ്പോൾ രണ്ട് സ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യുന്നത് രണ്ട് ടിഷ്യൂവിൽ നിന്നാണ്. എംബ്രിയോളജിക്കലി അതിൻ്റെ ഒറിജിൻ വ്യത്യസ്തമാണ്. ഒരെണ്ണം എപ്പിഡേമൽ എക്ടോഡേമിൽ നിന്നാണ് ഒറിജിനലായിട്ടുള്ളത്. ഇനി റീജനറേറ്റ് ചെയ്യുന്നത് ന്യൂ എക്ടോഡേമിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള റീജനറേഷൻ പ്രോസസ്സിന് പറയുന്ന പേരാണ് മെറ്റാപ്ലാസിയ അല്ലെങ്കിൽ വൂൾഫിയൻ റീജനറേഷൻ. വൂൾഫ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ വൂൾഫിയൻ റീജനറേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റീജനറേഷൻ എന്ന് പറയുന്ന മെക്കാനിസത്തിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ആണ്, ഇവൻറ്റ്സ് ഇൻ റീജനറേഷൻ. ഇതിന് എക്സാമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് സലമാൻഡർ എന്ന് പറയുന്ന ഓർഗാനിസത്തിലുള്ള റീജനറേഷനാണ്. സലമാൻഡറിൻ്റെ പ്രത്യേകത അതിനകത്തെ ലിംസ് ആംപ്യൂട്ടഡ് ആകുമ്പോൾ അത് റീജനറേഷൻ കേപ്പബിലിറ്റി ഉള്ള സ്ട്രക്ചേഴ്സാണ്. അവിടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂവിൽ നിന്ന് ബാക്കി റിമൈനിങ് ലിംബ് ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് നമ്മളിനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് വൂണ്ട് ഹീലിംഗ്. It is the first step involved in regeneration process. The interior tissues are exposed due to amputation. അതായത് കട്ട് ഉണ്ടാകുന്നത് കൊണ്ട് ഈ പർട്ടിക്കുലർ റീജിയനിൽ ലിംബിൻ്റെ ആ പർട്ടിക്കുലർ റീജിയനിൽ
ഇൻറ്റീരിയർ ടിഷ്യൂസ് എല്ലാം എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പോൾ ബ്ലഡ് സെൽസ് എല്ലാം കട്ടായതുകൊണ്ട് ബ്ലഡ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യുന്നു. ഈ വൂണ്ടിൻ്റെ മുകളിലൂടെ ബ്ലഡിൻ്റെ കൊയാഗുലേഷൻ നെറ്റ്വർക്ക് ഉണ്ടാകുന്നു. ഈ ക്ലോട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് എപ്പിത്തീലിയൽ സെൽസ് കവർ ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. എപ്പിത്തീലിയൽ സെൽസ് എല്ലാ റീജിയൻസിൽ നിന്നും ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് വന്ന് ഓറിയൻറ്റ് ചെയ്ത് അത് ക്ലോട്ടിന് തൊട്ട് താഴെയായിട്ട് ഒരു കവറിങ് ഫോം ചെയ്യും. ഇതാണ് വൂണ്ട് ഹീലിംഗ് പ്രോസസ്സിൻ്റെ പ്രത്യേകത. ഇനി അടുത്താണ് ഡിമോളിഷൻ ആൻഡ് ഡിഫെൻസ്. റിലീസ് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് ബൈ ഇൻജേർഡ് സെൽസ്. ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂവും അതുപോലെ തന്നെ ജേംസും ഒക്കെ ഓട്ടോലൈസിസ്, ഫാഗോസൈറ്റോസിസ് ഇതുപോലുള്ള പ്രോസസ്സുകൾ വഴി നശിച്ച് പോകും. ഇനി അടുത്താണ് ഡിഫറൻസിയേഷൻ. This particular process provide totipotent cells for regenerative process. റീജനറേഷൻ നടക്കണമെങ്കിൽ ഇവിടെ നശിച്ചു പോയ സെൽസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ടിഷ്യൂസും ടോട്ടിപോട്ടൻ്റ് ആയിട്ടുള്ള സെൽസിൽ നിന്ന് ഉണ്ടായി വരണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് എല്ലാം നശിച്ചു പോകുക എന്നുള്ളതാണ്. ദ സെൽസ് ഫ്രം അഡ്ജസെൻറ്റ് എപ്പിഡെർമിസ്, കാർട്ടിലേജ്, നെർവ്, കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് മസിൽ അണ്ടർഗോ ഡീജനറേഷൻ ആൻഡ് ബിക്കം അൺഡിഫറൻഷിയേറ്റഡ് മീസെൻകൈം സെൽസ്. അപ്പോൾ ഈ റീജിയണിലുള്ള ഡാമേജ് ഉള്ള പർട്ടിക്കുലർ റീജിയണിലുള്ള നെർവ്സ്, കാർട്ടിലേജ്, എപ്പിഡെർമൽ ടിഷ്യൂസ്, ദെൻ കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ ഇതെല്ലാം ഡീജനറേറ്റ് ചെയ്ത് പോകും. എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് പർട്ടിക്കുലർ പ്രോസസ് വിൽ പ്രൊവൈഡ് ടോട്ടിപോട്ടൻറ്റ് സെൽസ് ഫോർ റീജനറേറ്റീവ് പ്രോസസ്സസ്. ഇനി അടുത്താണ് ബ്ലാസ്റ്റിമ ഫോർമേഷൻ. ഒരു ബഡ് ഫോർമേഷൻ ആണ് ബ്ലാസ്റ്റിമ. ദ അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് അക്യുമുലേറ്റ്സ് അണ്ടർ ദ ന്യൂലി ഫോംഡ് എപ്പിത്തീലിയൽ കവറിംഗ് ആൻഡ് ഫോംസ് ദ റീജനറേഷൻ ബഡ്. അപ്പോൾ ഇവിടെ എപ്പിത്തീലിയൽ സെൽസ് കൊണ്ട് കവർ ചെയ്താണ് ഡാമേജ് ഉള്ള പർട്ടിക്കുലർ പോർഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു റീജനറേഷൻ ബഡ് എന്ന് പറയുന്ന ഒരു കോണിക്കൽ പ്രൊജക്ഷൻ ഉണ്ടാകുന്നു. ദ എപ്പിഡെർമിസ് ഈസ് പുഷ്ഡ് ഔട്ട് ആൻഡ് എ കോണിക്കൽ പ്രൊജക്ഷൻ ഈസ് ഫോംഡ്. അപ്പോൾ എപ്പിഡെർമിസ് പുറത്തേക്ക് തള്ളപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു കോണിക്കൽ പ്രൊജക്ഷൻ ഉണ്ടാകുന്നു. ദാറ്റ് കോണിക്കൽ പ്രൊജക്ഷൻ ഓർ ദാറ്റ് ബഡ് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് ബ്ലാസ്റ്റിമ. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഗ്രോത്ത്. സെൽസ് ഓഫ് ദ ബ്ലാസ്റ്റിമ ആൻഡ് അഡ്ജോയിനിങ് സെൽസ് ഡിവൈഡ് ബൈ മൈറ്റോസിസ്. ബ്ലാസ്റ്റിമ ഗ്രോസ് ഇൻ സൈസ്. ബ്ലാസ്റ്റിമയുടെ സൈസ് കൂടുന്നു. ദെൻ റീഡിഫറൻസിയേഷൻ. ഇപ്പോൾ ഇവിടെ സെൽസ് ഒന്നും അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫേറ്റിലേക്ക് മാറിയിട്ടില്ല, ഡിഫറൻസിയേഷൻ നടന്നിട്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് എല്ലാം, ഡീജനറേറ്റഡ് ആയിട്ടുള്ള സെൽസ് എല്ലാം റീഡിഫറൻഷിയേറ്റഡ് ആവുക എന്നുള്ളതാണ്. വെൻ ബ്ലാസ്റ്റിമ റീച്ചസ് സർട്ടൻ സൈസ് ദ റീഡിഫറൻസിയേഷൻ പ്രോസസ് occurs. The bone cells, cartilage, muscle, nerve are again redifferentiated. അവയെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടും. അതായത് അവിടെയുള്ള ടോട്ടിപോട്ടൻറ്റ് സെൽസിൽ നിന്ന് ഈ പറഞ്ഞ ബോൺ സെൽസ്, കാർട്ടിലേജ് സെൽസ്, മസിൽ സെൽസ്, നെർവ് സെൽസ് എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് റീഡിഫറൻസിയേഷൻ. ഇതിൻ്റെ ഫലമായിട്ട് ബോൺസ്, കാർട്ടിലേജ്, മസിൽസ്, നെർവ്സ് ഇതുപോലുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ഈ പർട്ടിക്കുലർ ബ്ലാസ്റ്റിമ ഏരിയയിൽ ഉണ്ടാവും. Now let us discuss about the physiological changes associated with the regeneration process. This physiological changes can be divided into two phases: destructive catabolic phase and constructive anabolic phase. അപ്പോൾ ആദ്യമേ തന്നെ ഇനീഷ്യൽ സ്റ്റേജസിൽ സംഭവിക്കുന്ന ഡിസ്ട്രക്റ്റീവ് കാറ്റാബോളിക് ഫേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ഈ സ്റ്റേജിൽ വളരെയധികം കൂടുതലായിരിക്കും. അതായത് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ്, കാത്തപ്സിൻ, ഡൈപെപ്റ്റിഡേസ് ഇതുപോലുള്ള എൻസൈംസിൻ്റെ ആക്ടിവിറ്റി ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ കൂടുതലായിരിക്കും. ബ്ലഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു എൻസൈമാണ്, പ്രോട്ടിയേസ് ആണ് കാത്തപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആക്ടിവിറ്റി ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും. റെസ്പിറേറ്ററി കോഷ്യൻറ്റ് ഓഫ് ഡീജനറേറ്റിംഗ് ടിഷ്യൂ ഫോൾസ് ഇൻ ദിസ് പർട്ടിക്കുലർ ഫേസ്. ലാക്റ്റിക് ആസിഡ് എനറോബിക് ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഓൾറെഡി ഇവിടെ ഓക്സിജൻ കുറവായതുകൊണ്ട് എനറോബിക് മെക്കാനിസം വഴിയാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും. pH വളരെ കുറവായിരിക്കും. ഇനി കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അനാബോളിക് ഫേസ്, അതായത് റീജുവനേറ്റിംഗ് ഫേസ്, ഇത് റിന്യൂ ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ചസ് ആണ് കൺസ്ട്രക്റ്റീവ് അനാബോളിക് ഫേസിൽ നടക്കുന്നത്.
ഇപ്പോൾ ഓക്സിഡേഷൻ കൂടും, അതുപോലെ തന്നെ റെസ്പിറേറ്ററി കോഷ്യൻറ്റിലും ഇൻക്രീസ് ഉണ്ടാവും, ഓക്സിജൻ്റെ എമൗണ്ട് കൂടും. അതിൻ്റെ ഫലമായിട്ട് അനേറോബിക് ഗ്ലൈക്കോളിസിസിൽ നിന്ന് എയറോബിക് പ്രോസസ്സിലേക്ക് മാറും, എയറോബിക് റെസ്പിറേഷനിലേക്ക് മാറും. ലാക്റ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് സിസ്റ്റത്തിനകത്ത് വളരെയധികം കുറയും, pH ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് റീജനറേഷൻ. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് റീജനറേഷൻ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ടെമ്പറേച്ചറിന് മേജറായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ടെമ്പറേച്ചർ സാധാരണ രീതിയിൽ എല്ലാ തരത്തിലുള്ള പ്രോസസ്സുകളെയും ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആക്സിലറേറ്റഡ് ആവും. ഇതേപോലെ തന്നെയാണ് റീജനറേഷൻ്റെ കേസിലും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് പല ഓർഗാനിസത്തിൻ്റെയും റീജനറേഷൻ റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിലാണ് ഏറ്റവും മാക്സിമം റീജനറേഷൻ കാണിക്കുന്നത്. അതിനേക്കാളും പിന്നീട് കൂടുതലും പിന്നെ ഏറ്റവും കുറവും വലിയ ഇമ്പാക്റ്റ് ഒന്നും റീജനറേഷനിൽ അല്ലെങ്കിൽ റീജനറേഷൻ്റെ റേറ്റിൽ ഉണ്ടാക്കാറില്ല. ഇനി ഫുഡിന് ഒരു വലിയ റോള് റീജനറേഷനിൽ ഇല്ല. അതായത് ഈവൻ സ്റ്റാർവ്ഡ് ആയിട്ടുള്ള ഫുഡ് കണ്ടൻറ്റ് ശരീരത്തിൽ ഒട്ടും ഇല്ലാത്ത ഓർഗാനിസത്തിൽ വരെ ടിഷ്യൂ ലോസ്, ബോഡി പാർട്ടിൻ്റെ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ റീജനറേഷൻ പ്രോസസ്സ് നടക്കാം. അപ്പോൾ ഫുഡ് വലിയൊരു ഫാക്ടർ അല്ല. ഇനി ഓക്സിജൻ്റെ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് റീജനറേഷൻ്റെ ലെങ്ത് കൂടുന്നതായിട്ട് പല സ്റ്റഡീസിലും കണ്ടിട്ടുണ്ട്. ഇനി അടുത്തതാണ് എക്സ്റേ പോലെയുള്ള റേഡിയേഷൻസിൻ്റെ എഫക്റ്റ്. എക്സ്റേ പോലെയുള്ള റേഡിയേഷൻസ് ഈ റീജനറേഷൻ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. ഈ നെർവസ് സിസ്റ്റത്തിന് ഒരു പ്രോപ്പറായിട്ടുള്ള കൺട്രോൾ റീജനറേഷനിൽ ഉണ്ട്. എല്ലാ റീജനറേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിലും അതിനായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെർവസ് ടിഷ്യൂ ആക്ടിവേറ്റഡ് ആകണം. ആ നെർവസ് ടിഷ്യൂവിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ റീജനറേഷൻ പ്രോസസ്സ് നടക്കത്തില്ല. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ലിംബാണെന്ന് വിചാരിക്കുക, അത് ആംപ്യൂട്ടഡ് ആയി അത് റീജനറേറ്റ് ചെയ്ത് വരണം. അവിടെ തന്നെ അതിൻ്റെ റീജനറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന നെർവസ് ടിഷ്യൂസ് ഉണ്ടായിരിക്കും. അത് ഡാമേജ്ഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് റീജനറേഷൻ പ്രോസസ്സ് നടക്കത്തില്ല. പിന്നെ ഏജ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ റീജനറേഷൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഉള്ളത് ഇലക്ട്രിക് ഫീൽഡ് പോലെയുള്ള എക്സ്റ്റേണൽ ഏജൻസിയുടെ ഫോഴ്സുകളുടെ ഇൻഫ്ലുവൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് സാധാരണ രീതിയിൽ ഈ റീജനറേഷൻ പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യും. സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതുപോലെ തന്നെ ടെമ്പറേച്ചറൊക്കെ റീജനറേഷൻ പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റീജനറേഷൻ.